ഹലോ ഗൈസ്, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഇന്ന് എനിക്ക് വളരെയധികം വിഷമമുള്ളൊരു ദിവസമായിരുന്നു. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കരഞ്ഞു. എന്തിനാന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു കൊച്ചിൻ്റെ അമ്മ മരിച്ചു. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ കണ്ട ഫസ്റ്റ് മെസ്സേജ് അതായിരുന്നു. അത് കണ്ടപ്പോൾ മുതൽ നമ്മുടെ വീട്ടിലല്ലായിരിക്കും സംഭവിച്ചത്, പക്ഷേ നമുക്കത് കാണുമ്പം അവരനുഭവിക്കാൻ പോകുന്ന വിഷമം നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. അത് കണ്ടിട്ട് ഞാനങ്ങനെ മരിച്ച വീട്ടിലൊന്നും പോകാറില്ല. കാരണം എനിക്ക് അറിയാം, ഞാനെന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് മൈൻഡുള്ള ഒരാളാണ്. എനിക്ക് ഇങ്ങനെ ആരെയും വിഷമം കണ്ട് നിൽക്കാനൊന്നും പറ്റൂല. എല്ലാവരും പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാരായാലും ഞാൻ വിശ്വസിച്ച് പോകും. എനിക്കങ്ങനെ വിശ്വസിച്ച് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഞാൻ മരിച്ച വീട്ടിൽ പോകാറില്ല. കാരണം എനിക്ക് അവിടുത്തെ സങ്കടമൊന്നും താങ്ങാൻ പറ്റത്തില്ല. എൻ്റേത് അത്രയ്ക്ക് ഒരു മൈൻഡാണ്. അപ്പം ഞാനിന്ന് അവിടെ പോയിരുന്നു. ഞാനവിടെ പോയപ്പം അവൾ കരയണ ഒരു കാഴ്ചയുണ്ട്. അതുകൂടെ എൻ്റെ കിളി പാറി. ഓൾറെഡി ഞാൻ ഇവിടെ നിന്ന് ഇമോഷണലി ആണ് പോയത്. എൻ്റെ മൈൻഡിൽ പേടിയാണ്. എൻ്റെ മൈൻഡ് എന്താവും, ഞാൻ ഓക്കെ ആവുമോ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ പോയപ്പം അതുപോലെ തന്നെ സംഭവിച്ചു. എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായില്ല. അന്നേരം ഞാൻ കരഞ്ഞൊന്നുമില്ല. കരഞ്ഞോന്ന് ചോദിച്ചാൽ കണ്ണീരൊക്കെ വന്ന് കരഞ്ഞു. അവളെ അമ്മയെ നോക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറയല്ല, നമുക്കത് കാണുമ്പോൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ അതെങ്ങനെയായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നതെന്ന് ആലോചിച്ചിട്ടായിരുന്നു എൻ്റെ മനസ്സിൽ. നമുക്കും പ്രായമായ അമ്മയും അച്ഛനൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് സങ്കടം വരുന്നതല്ലേ. അതിനുശേഷം ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ ഓഫീസിൽ പോയിട്ട് ഞാൻ അമ്മേനെ ഫോൺ വിളിച്ചു. പക്ഷെ അമ്മ ആ സമയത്ത് എടുത്തില്ല. അമ്മ എന്തോ തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് ബ്രേക്കിന് അമ്മയെ ഫോൺ വിളിച്ചപ്പോഴത്തേനും അമ്മ അപ്പോഴാണ് ഫോൺ എടുത്തത്. അമ്മ കുറേ നേരം ഫോൺ എടുക്കാതിരുന്നപ്പോഴേ എനിക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ. നോർമലി ഒരു മനുഷ്യനുണ്ടാവുന്നതാണ് ആ ടെൻഷൻ. അതെനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ അമ്മ ഫോൺ എടുത്ത്. പക്ഷേ എൻ്റെ കൺട്രോൾ പോയിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു. കാരണം അമ്മയുടെ സൗണ്ട് കേട്ടപ്പം എനിക്ക് എന്തോ ഭയങ്കര സങ്കടമായി. എനിക്കറിയാൻ പാടില്ല അതെന്താണെന്നുള്ള കാര്യമൊന്നും. പക്ഷെ ഞാൻ ഒരുപാട് കരഞ്ഞു. മറ്റുള്ളവരുടെ വിഷമം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സങ്കടം നമ്മളോടത്ത് വന്ന് പറയുമ്പം നമ്മുടെ ലൈഫിൽ അനുഭവിക്കുന്നിടത്തോളം കാലം നമുക്കതൊരു കഥ മാത്രമായിരിക്കും. പക്ഷെ നമ്മുടെ ലൈഫിലോട്ടത് വരുന്നതിന് ശേഷമായിരിക്കും നമുക്ക് അത് റിയലാവുന്നത്. അപ്പോൾ എനിക്ക് എത്രേ പറയാനുള്ളൂ. ഇത് ലൈഫെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ലൈഫിൽ എല്ലാവരും പെർമനൻ്റായിട്ട് ഉണ്ടാകത്തില്ല. വന്നും പോയി നിൽക്കും. പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നവർ പല വഴിയിൽ ഇറങ്ങാറുണ്ട്. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. ആരും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ജീവിച്ചേ പറ്റൂ. പക്ഷേ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ ഡൗൺ ആയിപ്പോവും. അത്ര എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും പറയാൻ വരുന്നില്ല. ഇതെനിക്കിവിടെ വിഷമം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ കരുതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.